ഏതൊരു രാജ്യത്തിൻ്റെയും ഫിനാൻഷ്യൽ കാര്യങ്ങളിൽ ഏറ്റവും അധികം റോളുള്ള ഒരു സിസ്റ്റമാണ് ബാങ്ക്സ് അല്ലേ? വേൾഡ് ബാങ്ക് മുതൽ കോഓപ്പറേറ്റീവ് ബാങ്ക്സ് വരെ ഇന്ന് നമ്മുടെ ലോകത്തുണ്ട്. സോ എങ്ങനെയായിരിക്കും ഈ ബാങ്ക്സ് ഒക്കെ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നത്? ഇവരുടെ മെയിൻ ഫംഗ്ഷൻ തന്നെ ഡെപ്പോസിറ്റും ലെൻഡിങ്ങുമാണ്. പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്നും ഡെപ്പോസിറ്റ് ആയിട്ട് ഒരു എമൗണ്ട് സ്വീകരിക്കും വിത്ത് ആൻ ഇൻട്രസ്റ്റ് റേറ്റോട് കൂടിയിട്ട്. അതേപോലെ തന്നെ ജനങ്ങൾക്ക് ലെൻഡിങ് ഓപ്പറേഷൻസ് നടത്തും വിത്ത് ആൻ ഇൻട്രസ്റ്റ് റേറ്റോട് കൂടിയിട്ട് അല്ലേ? ഡെപ്പോസിറ്റ്സുകളെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡെപ്പോസിറ്റ്സ് നമുക്ക് കാണാൻ പറ്റും. സേവിങ്സ് ഡെപ്പോസിറ്റ്, ഫിക്സഡ് ഡെപ്പോസിറ്റ്, റിക്കറിംഗ് ഡെപ്പോസിറ്റ്, കറണ്ട് ഡെപ്പോസിറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഒരുപാട് ഡെപ്പോസിറ്റ് സ്കീമുകൾ കാണാൻ പറ്റും. ഇനി ലോൺസിൻ്റെതാണെങ്കിലും ഒരുപാട് ടൈപ്പ് ഓഫ് ലോൺസുകൾ ഉണ്ട് അല്ലേ? പേഴ്സണൽ ലോൺ, ബിസിനസ് ലോൺ, ഹോം ലോൺ, അഗ്രികൾച്ചറൽ ലോൺ, ഇങ്ങനെ ഒരുപാട് തരത്തിലുള്ള ലോൺസുകളും കാണാൻ പറ്റും. സോ ഇവിടെ നമുക്ക് ജനറൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളിലേക്ക് നോക്കാം. ഈ ലോൺസിനാണെങ്കിൽ ജനറലി ബാങ്ക്സ് പൊതുവെ 6% മുതൽ 14% വരെ ഇൻട്രസ്റ്റ് റേറ്റ് ചാർജ് ചെയ്യാറുണ്ട്. ഇറ്റ്സ് ഡിപ്പെൻഡ്സ് അപ്പോൺ ബാങ്ക്സ്, ടൈപ്പ് ഓഫ് ലോൺസ് ആൻഡ് പീരീഡ് ഓഫ് ലോൺ. ഡെപ്പോസിറ്റിന്റെ കേസിലാണെങ്കിൽ ജനറലി 3.5% മുതൽ 7% വരെയാണ് ബാങ്ക്സുകൾ ഇൻട്രസ്റ്റ് ആയിട്ട് പബ്ലിക്കിന് കൊടുക്കാറുള്ളത്. സോ ബാങ്ക്സ് എങ്ങനെ പ്രോഫിറ്റ് ഉണ്ടാക്കണമെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റും, ഈ ലെൻഡിങ്ങിന് കിട്ടുന്ന ഇൻട്രസ്റ്റും അതേപോലെ തന്നെ ഡെപ്പോസിറ്റിന് കിട്ടുന്ന ഇൻട്രസ്റ്റും ഇത് തമ്മിലുള്ള മെയിൻ ഡിഫറൻസ്. ഇതാണെന്ത് ബാങ്ക്സിന്റെ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു വിഹിതം പ്രോഫിറ്റ് മാത്രം. ഇതല്ലാണ്ട് ഒരുപാട് വഴികളും ബാങ്ക്സിന് പ്രോഫിറ്റ് ഉണ്ടാക്കാനുണ്ട്. ഫോർ മോർ ഇൻഫോർമേറ്റീവ് വീഡിയോസ് ഡു ഫോളോ IIC Lakshya.